വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേ ബൈ വർഷാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസമായി നമ്മൾ വ്ളോഗും വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ സച്ചുനെ കൊണ്ട് തലമുട്ടയടിക്കാൻ പളനിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പളനിക്ക് പോയ വ്ളോഗ് ഇടണമെന്ന് വെച്ചു, പക്ഷേങ്കിൽ പളനി അമ്പലത്തിൽ ഫോൺ കയറ്റത്തില്ല. ഇപ്പം ഒരു വർഷമായിട്ട് അങ്ങനെ ഫോണൊന്നും അങ്ങനെ കയറ്റുന്നില്ല എന്ന് പറയുന്നത്. എന്താ റീസൺ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എൻ്റെ പൊന്നെ, പോയതോടെ മതിയായി. ഞാൻ ഒരു ദൈവത്തിൻ്റെ അടുത്ത് ഇന്നേ വരെ പോയിട്ട് അയ്യോ എൻ്റെ അമ്മയെന്നുള്ളൊരു വാക്ക് വീണിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് പറയുന്നു, പളനി പോയതോടെ അയ്യോ ശരിക്കും പെട്ടുപോയെന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത്രയ്ക്ക് ഞാൻ ശരിക്കും പാടുപെട്ടു പളനി പോയപ്പോൾ. കാരണം ഭയങ്കര ആളായിരുന്നു. ഒന്നാമത് അവിടെ എന്തോ വിശാഖ ഉത്സവം എന്തൊക്കെയോ നടക്കുന്ന ഒരു ടൈമിലാണ് പോയത്. അതൊന്നും ഞങ്ങളറിയാതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് പോയത്. അവിടെ ചെന്ന് കുറേ പെട്ടുപോയി. അതൊക്കെ വേറെ കാര്യം. അതൊക്കെ കൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ അതുമല്ല, ഫോൺ കയറ്റത്തില്ലാന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. ഇനിയിപ്പം കുറേ കമൻറ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കമൻറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു, പോസാക്കി വെച്ചേക്കുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ എന്തായാലും കുറേ ദിവസം കൊണ്ട് ഞാൻ യൂട്യൂബിലൊന്നും വലുതായിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. വാട്സപ്പിൽ കയറും, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഇടും, അത് വേറെ കാര്യം. അങ്ങനെ യൂട്യൂബിൽ വലിയ ആക്റ്റീവായിട്ട് ഞാൻ കളിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻറ്റൊക്കെ ഓഫാക്കി വെച്ചു. അപ്പോൾ ആരെങ്കിലും വിചാരിക്കില്ലേ എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലെങ്കിൽ. അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് കുറേ പേര് വിഷ് ചെയ്ത് ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, ലൈക്ക് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. ഞാൻ ഇപ്പം കമൻറ്റൊക്കെ നോർമലാക്കി, കമൻറ്റൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇടാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമൻറ്റ് കിടക്കുന്നുണ്ട്. ഡെലിവറി ടൈമിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൊരു 2 കമൻറ്റായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഡെലിവറി ടൈമിൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും, പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച്, ഓപ്പറേഷൻ കഴിഞ്ഞുള്ള സ്റ്റിച്ച് ഇൻഫെക്ഷൻ ആവാതിരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെയായിരുന്നു എന്നൊന്ന് വീഡിയോ ചെയ്യാമെന്ന് 2 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. ട്യൂബ് ഇട്ട ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം, പക്ഷേ ചിലർക്കറിയാം. എന്നെപ്പോലെ അത്ര വിവരമില്ലാത്ത പിള്ളേർക്ക് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വിചാരം നമുക്ക് നോർമലി നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന മാതിരി ആയിരിക്കും. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി തോന്നുമ്പോഴേ നമുക്കിങ്ങനെ യൂറിൻ പോകത്തുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഇതാക്കിയാൽ മതി എന്നാണ് ഞാൻ വെച്ചത്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ട് യൂറിൻ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ഇതിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു, ട്യൂബ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് പിന്നെ എപ്പോഴാണോ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത് അപ്പോഴേ പോകത്തുള്ളായിരിക്കും എന്നാണ് ഞാൻ വെച്ചത്. പിന്നെ എന്നെ ഓപ്പറേഷനായിട്ട് സ്ട്രക്ചറിലോട്ട് കയറ്റാൻ ഭാവിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഇത് ഓൾറെഡി പോകുന്നുണ്ടോന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഓൾറെഡി തന്നെ ട്യൂബിലോട്ട് യൂറിൻ പൊക്കോണ്ടിരിക്കുന്നു. അല്ലാതെ പെയിനായിട്ടൊന്നും എനിക്ക് എടുത്തില്ല. എനിക്ക് ഡെലിവറി വരെ ട്യൂബ് ഇട്ടപ്പം വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം നല്ലതായിട്ട് പെയിൻ, ഓൾറെഡി നമ്മുടെ പെയിൻ ഉണ്ട്. അപ്പം നമ്മളോട് അവർ പിറ്റേ ദിവസം രാവിലെ ഡ്രസ്സൊക്കെ മാറാൻ വരുമ്പോൾ നിൽക്കാനൊക്കെ പറയുമല്ലോ. നിൽക്കാൻ വന്ന് പറയുമ്പോഴും പിന്നെ നമുക്കതല്ല, അതുകൂടാതെ തന്നെ നമുക്കൊരു പാടൊക്കെ വെച്ച് തരും. അപ്പം അതും ഇതും കൂടെ ഒക്കെ മിക്സായി കിടക്കുമ്പോഴുള്ളൊരു വേദന അതേ ഉള്ളായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഓൾറെഡി ഡെലിവറി കഴിയുമ്പോൾ ബ്ലഡ് പോകും, അതിപ്പം ആർക്കായാലും അറിയാം. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് തന്നെ ഞാൻ തുറന്നു പറയാം, ബ്ലഡ് പോകും. അപ്പോൾ ബ്ലഡ് പോകുമ്പോൾ അതിൻ്റെ പെയിനും എല്ലാം കൂടെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുന്ന മാതിരി വെക്കുമ്പോൾ ഉള്ളൊരു പെയിനേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്യൂബ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പീരീഡ്സിൻ്റെ പെയിൻ മാതിരി ഒരു ചെറിയ പെയിനൊക്കെ കാണും. ചിലവർക്ക് നല്ല പെയിനായിരിക്കും. എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ വേദനയുണ്ട്, കാരണം അത് എനിക്ക് വയറിൻ്റെ അവിടെ ആയിട്ടൊന്നുമല്ല തോന്നിയത്, എനിക്ക് എൻ്റെ പുറത്തിൻ്റെ ആ ഒരു വേദന. കാരണം ഒരേ കിടക്കുമല്ലേ, അതിൻ്റെ ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. അല്ലാതെ ട്യൂബ് ഇടുമ്പോൾ അങ്ങനെ വേദന ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. ചിലരുടെ മനസ്സിൻ്റെ ധൈര്യം മാതിരി ഇരിക്കും, ചിലരുടെ ധൈര്യം ഇല്ലാത്തവർക്കൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ വിവരത്തിലുള്ള ചിന്തകളാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിൻ്റെ കാര്യങ്ങൾ, സ്റ്റിച്ചിനിപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് അവർ ഒരു ഓയിൽമെൻറ്റ് തരും. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ തൊട്ട്, കുളിച്ചല്ല സ്റ്റിച്ച് എടുത്ത് കഴിയുമ്പോൾ തൊട്ട് പുരട്ടാനായിട്ട് നമുക്കൊരു ഓയിൽമെൻറ്റ് തരും. എനിക്ക് എൻ്റെ പേരും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, 1 വർഷം കഴിഞ്ഞില്ല. അപ്പോൾ അത് തരും. ഞാനത് 2 or 3 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ഫസ്റ്റ് തരുന്നത് നമുക്ക് ഫ്രീ അല്ല, നമ്മൾ ക്യാഷ് ഓൾറെഡി കൊടുക്കുമല്ലോ, അത് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്നത്. ബാക്കി പിന്നെ അത് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഞാനതൊന്നും കേൾക്കാൻ പോയില്ല, ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിച്ച്.
എൻ്റേതൊരു എന്താ 28 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ തീർന്നൊരു 12-13 ദിവസം ആയപ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് എൻ്റേത് തീർന്നു. അപ്പം അതുകൊണ്ടാണ് അടുത്ത പാക്കറ്റ് വാങ്ങിച്ചത്. പിന്നെന്താ, അത് നമ്മൾ നോർമലി നമ്മുടെ അവിടെ പുരട്ടുമ്പോൾ നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാൻറ്റീസ് വാങ്ങിക്കുമല്ലോ. അപ്പോൾ പാൻറ്റീസ് വാങ്ങിച്ചപ്പോൾ ഞാൻ എനിക്ക് വാങ്ങിച്ചത് ഓൾറെഡി ഉള്ള നമ്മുടെ നോർമൽ സൈസിലുള്ളതാണ് വാങ്ങിച്ചത്. ഓപ്പറേഷൻ കഴിയുന്ന ഒരാളും ഒരിക്കലും നമ്മുടെ ഓൾറെഡി ഉള്ള സൈസിലുള്ള പാൻറ്റീസ് ഒരിക്കലും വാങ്ങിക്കില്ല. നമ്മുടെ സൈസിനേക്കാളും അടുത്ത നെക്സ്റ്റ് സൈസ് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാൻറ്റീസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിലായിരിക്കും വന്നത് കിടക്കുന്നത്. അപ്പോൾ സ്വർഗം കാണുന്ന ഫീലായിരിക്കും ഉണ്ടാവുന്ന. ആ വേദന ഓപ്പറേഷൻ കഴിഞ്ഞ വേദനയെക്കാളും വേദനയായിരിക്കും അത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ചിലർ പറയും നീ പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു സത്യം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ നോർമൽ ഡെലിവറിയുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഓപ്പറേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണത്. അപ്പോൾ സ്റ്റിച്ച് കിടക്കുമ്പോൾ നല്ല പെയിൻ എടുക്കും. അതുകൊണ്ട് നമ്മുടെ സൈസ് എത്രയാണോ അതിൻ്റെ നെക്സ്റ്റ് സൈസ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെയിൻ എടുക്കത്തില്ല. എനിക്ക് പറ്റിയ ഫസ്റ്റ് അബദ്ധം അതാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമുക്ക് കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സ് മാക്സിമം നമ്മൾ ഇടാൻ നോക്കും. ഇപ്പം ചിലർ പറയും നീ എന്തിനിപ്പോഴും മാക്സ് ഇടുന്നത്, നീ എന്താ അമ്മച്ചിയായോ? ഐ മീൻ ഈ 18, 19, 20 വയസ്സുള്ള പെമ്പിളാരുടെ കാര്യമാണ് പറഞ്ഞത്. അതിൽ കൂടുതലുള്ളവർ ചിലർക്ക് പ്രായം തോന്നിക്കത്തില്ല, ചിലർക്ക് പ്രായം തോന്നും. നമുക്ക് കംഫോർട്ടായ ഡ്രസ്സേ ഇടാവുള്ളൂ മെയിനായിട്ട്. ഇപ്പം നൈറ്റി ഇട്ടാൽ ഓക്കെ, നൈറ്റി ഇട്ടു. നമ്മൾ നൈറ്റി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതും അതാണ്. പെട്ടെന്ന് പാല് കൊടുക്കണമെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ എളുപ്പം നോക്കിയാണ്. പിന്നെ നമുക്ക് കംഫോർട്ടായിട്ട് തോന്നുന്ന ഡ്രസ്സായിരിക്കും നമ്മൾ ഇടുന്നത്. ഞാനൊരു 2 ആഴ്ചയൊക്കെ അതായിരുന്നു നൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സ്റ്റിച്ചിന് അവിടെ വേദനയൊക്കെ കുറഞ്ഞു വന്നു. പക്ഷെ സച്ചു ചവിട്ടുമായിരുന്നു കേട്ടോ. ചവിട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, അല്ലാതെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നൈറ്റിയൊക്കെ മാറ്റി. എന്തായാലും ഞാൻ അങ്ങനെ ഇടത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നൈറ്റിയൊക്കെ മാറ്റി ഞാൻ നോർമലി നമ്മുടെ പാൻറ്റൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ പാൻറ്റ് ഇടുകയെന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റിച്ചിൻ്റെ അവിടെ അല്ല ഇടുന്നത്, സ്റ്റിച്ചിൻ്റെ മുകളിലോട്ട് കയറ്റി വയറിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊക്കെ അതേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുളിക്കുന്ന ടൈമിൽ അവരോട് പറയുമല്ലോ ഓപ്പറേഷനാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുളിക്കുന്ന ടൈമിൽ ഇങ്ങനെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരു തോർത്ത് വെച്ച് കെട്ടിത്തരുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വെള്ളം അങ്ങനെ നമ്മൾ ഒപ്പിയെടുക്കണം. ഒത്തിരി വെള്ളം വെച്ചാലും അവിടെ പഴുക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ വേറെ വലിയതായിട്ട് ഞാൻ കെയറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വരുന്നൊരു ടെൻഷനാണ് നമ്മുടെ വയറ് കാണുമ്പോൾ. അത് കുറേ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനൊക്കെ കുറേ പേര് ഇപ്പോൾ ഒക്കെ എല്ലാവരും ഓയിൽമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് വാങ്ങിച്ച് പറ്റുന്നുണ്ട്. ഞാനതൊന്നും യൂസ് ചെയ്തില്ല. എൻ്റെ എങ്ങനെയാണോ നോർമലി ഞാൻ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയി. പിന്നെ ആ സ്റ്റിച്ചിൻ്റെ പാടുണ്ട്, അത് ഈ ജന്മം ഇനി മാറാൻ പറ്റില്ല. ഇനിയിപ്പോൾ വല്ല പ്ലാസ്റ്റിക് സർജറി വല്ലതും ചെയ്താൽ മാറുമായിരിക്കാം, അതിനെക്കുറിച്ച് എനിക്കറിയാൻ വയ്യ. അത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും എനിക്കില്ല. ഞാൻ ഇപ്പോൾ എല്ലാവരും സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ വേണ്ടി ആ ഓയിൽമെൻറ്റ് പുരട്ട്, ഇത് പുരട്ട്, അത് കഴിക്കുക, ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് പലരും വരുന്നുണ്ട്. നമ്മളതൊന്നും കഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അതിൻ്റെ ഒരു 3 മാസം വരെ എന്തായാലും നമ്മുടെ വയറൊക്കെ ഒരുമാതിരി ചുക്കി ചുളുങ്ങിയ മാതിരിയൊക്കെ കിടക്കും. അത് സ്വാഭാവികം. അത് നമ്മളൊരു അമ്മയായതിൻ്റെ ഒരു അടയാളമായിട്ട് മാത്രം കൂട്ടിയത്. അത് കഴിയുമ്പോൾ പിന്നെ നല്ലോണം ആഹാരം കഴിക്കുന്നവർക്ക് അതൊന്നും കാണത്തില്ല ഗൈസ്. നല്ലതായിട്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പൊക്കോളും. എനിക്കൊക്കെ ഒരു 3 മാസം വരെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒരുമാതിരി ചുക്കി ചുളുങ്ങിയ മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് റെഡിയായി. ഓൾറെഡി പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ആ വയറ്റിലുള്ള വെള്ളവും ബ്ലഡും എല്ലാം പോയി കഴിയുമ്പോൾ ഓൾറെഡി ഒക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും. എൻ്റെ ഒരു വിവരം വെച്ചിട്ട് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടോ, എനിക്കറിയാൻ വയ്യ. അപ്പം അതേ ഉള്ളൂ. പിന്നെ ചിലർക്കത് ഭയങ്കര ഫീലായിരിക്കും, അയ്യോ ഞാനിങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെ പെട്ടെന്ന് കിളവിയായെന്നൊക്കെ കുറേ പേര് എന്നോട്. അല്ലാതെ എനിക്ക് പേഴ്സണലി വന്നിട്ട് എനിക്ക് ഇതുപോലെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ പേടിയായിരുന്നു. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം സെറ്റ് ആയിക്കോളും. ഒരു 3 മാസം വരെ എന്തായാലും അങ്ങനെയൊക്കെ തോന്നും, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ ഒരു വിഷമം കാണും, ചിലർക്ക് കാണും. എനിക്കങ്ങനെ വിഷമമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാനൊരു അമ്മയായതിൻ്റെ ഒരു സിംറ്റംസ് ആണല്ലോ അതിൻ്റെ. ഞാനൊരു അമ്മയായതിന് എനിക്ക് ദൈവം തന്നൊരു ഇതാണ്. ആ ഒരു ലെവലിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ അയ്യോ ഇങ്ങനെ കണ്ടു എനിക്ക് അങ്ങനെ വിഷമം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പലരും വന്നിട്ട് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞെന്ന് മനസ്സിലാവുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഓരോ ഏജൻറ്റ് വഴി ഇങ്ങനെയൊക്കെ സാധനം വിൽക്കുന്ന ആരെങ്കിലും കുറേ പേര് നമുക്ക് മെസ്സേജ് ഇടും. സത്യമായിട്ട് എനിക്കങ്ങനെ കുറേ പേരൊന്നും മെസ്സേജ് ഇട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും പരട്ടുന്നില്ല, അല്ല വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ ഇങ്ങനെ. അവർ സാധനം വിറ്റ് പോകാൻ വേണ്ടിയായിരിക്കും നമ്മളോട് പറയുന്നത്.
പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അതങ്ങ് മാറിക്കോളും. നമ്മൾ ആ ഒരു ടൈമിൽ ഇത് പെട്ടെന്ന് മാറണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചാടി കയറി ഇതൊക്കെ വാങ്ങിച്ച് പെരട്ടിയാലും മാറും, പെരട്ടിയില്ലെങ്കിലും മാറും. എന്തായാലും ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആകും. പിന്നെ ചിലരുടെ കാര്യം എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വണ്ണമൊക്കെ പോയി, ഞാൻ ഇതുപോലെ തന്നെ ആയി. പഴയതെങ്ങനെയായിരുന്നു അതിനേക്കാളും ഞാൻ ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ മതി. എനിക്കതുപോലെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, വലിയതായിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞിരിക്കുമോ, അയ്യോ ഇങ്ങനെയാണോ അങ്ങനെയാണെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അതങ്ങ് മാറിക്കോളും. ആ ഒരു ടൈം വരെ മാറിക്കോളും. പിന്നെ എനിക്കറിയത്തില്ല ചിലരുടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ വയറ് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുമായിരുന്നു. കറുത്തെന്ന് വെച്ചാൽ നല്ലതായിട്ട് കറാന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ടൈമിലൊന്നും വയറ് നമുക്ക് തേച്ചൊരച്ച് കഴുകാൻ പറ്റത്തില്ല. അഴുക്കാണോ എന്ന് ചോദിച്ചാൽ എന്താണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ തേച്ചൊരച്ച് 3 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ തേച്ചൊരുപ്പ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വയറ് പഴയ പോലെ ആക്കിയെടുത്തത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ കളർ കിട്ടാൻ വേണ്ടി എത്രയും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും. വെറുതെ വയറിന് വേദന എടുക്കത്തേ ഉള്ളൂ. ഞാനിത് 2 മാസം ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് പരീക്ഷ നോക്കി, എനിക്ക് വയറുവേദന എടുത്തു. അങ്ങനത്തെ പൊട്ടത്തരം ഒന്നും ചെയ്യില്ല. 3 മാസം കഴിയുമ്പോൾ നമ്മുടെ വയറെല്ലാം എന്താ കറക്റ്റ് ആ ഒരു ലെവലിലായി കഴിയുമ്പോൾ നമുക്ക് തന്നെ എണ്ണ പുരട്ടി സോപ്പ് തേച്ചൊക്കെ അങ്ങ് കളഞ്ഞാൽ മതി. 3-4 ദിവസം തേച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. ഇപ്പം ചിലർ ഇപ്പം വേണേൽ പറയാം അത് അവളുടെ അഴുക്കായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിലും കൂട്ടിക്കോ. ആ ഒരു ടൈമിൽ പെട്ടെന്നൊന്നും നോർമൽ ഡെലിവറി കഴിയുന്നവരുടെ മാതിരിയല്ല സി സെക്ഷൻ. പെട്ടെന്നൊന്നും വയറ്റിലൊന്നും ഇട്ട് അമർത്തി തേക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. അതേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ വലിയ കെയറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അവരായിരുന്നു ആ ഒരു ഓയിൽമെൻറ്റ് പരട്ടുക, അതിൻ്റെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി, സത്യമായിട്ട് ഞാൻ മറന്നുപോയി. അതുകളല്ലാതെ വലിയ കെയറും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. നോർമലി ഉള്ള ഇനി ഡെലിവറി കഴിയുന്നവരോട് ഞാൻ ജസ്റ്റ് ഒന്ന്, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരും ഇനി ഡെലിവറിക്ക് പോകുന്നവരോടും ഒക്കെ എനിക്കിതേ പറയാനുള്ളൂ. അല്ലാതെ വലിയ സംഭവമായിട്ട് ഈ ചില എന്താ ഗൂഗിളിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ ചിലർ ഇങ്ങനെ വലിയ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. അതിന് മാത്രം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിനൊരു ജസ്റ്റ് ഒരു ഇത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ വലിയ കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വലുതായിട്ട് തോന്നില്ല, ചിലർക്ക് വലുതായിട്ട് തോന്നുമായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ 2-3 ദിവസം വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ പതിയെ ഓരോ വീഡിയോ വെച്ച് ഞാൻ ചെയ്തു തുടങ്ങിക്കോളാം. ഇനി ഞാൻ വീട്ടിലുണ്ട്. ഇത്രയും ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ കാണും. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും തൽക്കാലം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.